പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ നടപടിയുമായി മാനേജ്മെന്റ്. ആരോപണ വിധേയായ അധ്യാപിക ആശയെയും സ്കൂളിലെ പ്രധാന അധ്യാപിക ലിസിയെയും സസ്പെൻഡ് ചെയ്തു. അധ്യാപികയുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് 9ാം ക്ലാസ്സുകാരൻ അർജുൻ ആത്മഹത്യ ചെയ്തത് എന്നാണ് ആരോപണം. സ്കൂളിൽ വിദ്യാർത്ഥികൾ വൻ പ്രതിഷേധം നടത്തി. ചൊവ്വാഴ്ച വരെ സ്കൂളിന് അവധി നൽകി. ഇന്നലെയാണ് പാലക്കാട് പല്ലഞ്ചാത്തന്നൂരിൽ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അർജുൻ ജീവനൊടുക്കിയത്. ഇൻസ്റ്റഗ്രാമിൽ അയച്ച മെസ്സേജിനെ തുടർന്ന് സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നും ജയിലിൽ ഇടുമെന്നും അധ്യാപിക ഭീഷണിപ്പെടുത്തിയതായി കുടുംബം ആരോപിച്ചു. ക്ലാസ് അധ്യാപിക അർജുനെ മാനസികമായി പീഡിപ്പിക്കാറുണ്ടെന്ന് സഹപാഠികളും. ഇൻസ്റ്റഗ്രാമിൽ കൂടി ഇവർ വേറെ എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് ഇവനെ മോശമായ വാക്കുകൾ യൂസ് ചെയ്തു. അപ്പോൾ ഇവന് വേറെ മോശമായി വാക്കത് അത് സ്കൂളിൽ പോയിട്ട് അവൻ്റെ മാമ സ്കൂളിൽ പോയിട്ട് സോൾവ് ആക്കി വിട്ടത്. പിന്നെ അന്ന് ചൊവ്വാഴ്ച ടീച്ചർ ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഇന്നലെ മിനിങ്ങാന്ന് ടീച്ചർ വന്നിട്ട് എന്താ കാര്യം ചോദിച്ചു. കാര്യം പറഞ്ഞു കൊടുത്തു. ഇത് കുറ്റമാണ്, 1.5 വർഷം ജയിലിൽ കിടക്കണം, ഇല്ലെങ്കിൽ 25,000 രൂപ ഫൈനാകും. സൈബർ സെല്ലിനെ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു. സംഭവത്തിൽ അധ്യാപികയ്ക്കെതിരെ വിദ്യാർത്ഥികൾ സ്കൂളിന് മുന്നിൽ പ്രതിഷേധിച്ചു. പ്രധാന അധ്യാപികയെ ഉപരോധിച്ചും പ്രതിഷേധം. എന്നാൽ വീട്ടിലെ സമ്മർദ്ദമാണ് വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണമെന്ന് പ്രധാന അധ്യാപിക. വിഷയത്തിൽ ഇടപെട്ട വിദ്യാഭ്യാസ വകുപ്പ് സംഭവത്തിൽ റിപ്പോർട്ട് തേടി. ഇതിനു പിന്നാലെയാണ് ആരോപണ വിധേയ അധ്യാപിക ആശ, പ്രധാന അധ്യാപിക ലിസി എന്നിവരെ സസ്പെൻഡ് ചെയ്തത്. നമ്മുടെ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അർജുനന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഹൈസ്കൂൾ HM ലിസി ടീച്ചറെയും ക്ലാസ് ടീച്ചർ ആശ എന്നിവരെയും ചുമതലകളിൽ നിന്നും അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുവാനും സർക്കാർ വകുപ്പ് തല നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മറ്റു നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതുമാണെന്ന് മാനേജ്മെന്റ് കമ്മിറ്റി ഇന്ന് തീരുമാനിച്ചു. സ്കൂളിന് ചൊവ്വാഴ്ച വരെ അവധി പ്രഖ്യാപിച്ചു. 24 പാലക്കാട്. ആത്മഹത്യയ്ക്ക് പിന്നാലെ സ്കൂളിൽ വലിയ പ്രതിഷേധമാണ് നടന്നത്. ചൊവ്വാഴ്ച വരെ സ്കൂളിന് അവധി നൽകിയിരിക്കുകയാണ്. ഐഷത്തുൽ ഷംന വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. ഷംന, ഇപ്പോഴും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുന്നുണ്ടോ? ഈ അധ്യാപകർക്കെതിരെ നടപടിയെടുത്തതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് കുട്ടികൾ ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിട്ടുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, തൽക്കാലത്തേക്ക് ഇന്ന് പ്രതിഷേധം വിദ്യാർത്ഥികൾ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, പാലക്കാട് ഇന്ന് വലിയ രീതിയിലുള്ള ശക്തമായ മഴയാണ് പുറത്ത്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അധ്യാപകർക്കെതിരെ, ആശ എന്ന ടീച്ചർക്കെതിരെയും ഒപ്പം പ്രധാന അധ്യാപിക ലിസിക്കെതിരെയും ഇനി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത്. അതായത് ഡിസ്മിസ് ചെയ്യണം എന്നൊരാവശ്യം തന്നെയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്ന്, 13ാം തീയതിയാണ് ഈ സംഭവങ്ങളൊക്കെ തുടങ്ങുന്നത്. ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം, അതേ തുടർന്ന് ഈ 2 രക്ഷിതാക്കൾ സ്കൂളിലെത്തി സംസാരിക്കുന്നതുമൊക്കെ. പക്ഷെ അത് അന്നേ ദിവസം അത് പറഞ്ഞ് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു വിഷയമായിരുന്നു. അന്ന് 13ാം തീയതി ഈ ആരോപണ വിധേയയായ ആശ എന്ന ടീച്ചർ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിറ്റേ ദിവസം ആശ ടീച്ചർ സ്കൂളിലെത്തുകയും മറ്റ് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഈ 14-കാരനായ അർജുനെ അപമാനിക്കുകയും ചെയ്തു എന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം ഉണ്ടായിരുന്നത്. സൈബർ സെല്ലിൽ ഈ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് തന്നെ സൈബർ സെല്ലിനെ വിളിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. 1.5 വർഷം ജയിലിൽ കിടക്കാവുന്ന കുറ്റമാണെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നു. അതേ തുടർന്ന് മനോവിഷമം ഉണ്ടായിരുന്നു. അന്നേ ദിവസം കുട്ടി സ്കൂളിൽ നിന്നും പോകുമ്പോൾ വിദ്യാർത്ഥികളെ, സഹപാഠികളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്റെ മരണത്തോടു കൂടിയെങ്കിലും ഈ അധ്യാപക ആശയ്ക്കെതിരെ ഒരു നടപടി ഉണ്ടാവട്ടെ, അങ്ങനെയെങ്കിലും ആശ ടീച്ചറെ പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയായിരുന്നു ഈ കുട്ടി പറഞ്ഞിരുന്നത്, അർജുൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിന്റെ മറ്റൊരു ഭാഗം ഈ സ്കൂൾ അധികൃതരും ഒപ്പം തന്നെ വിദ്യാർത്ഥികളിൽ ചിലരും പറയുന്ന ഒരു ആരോപണം കൂടിയുണ്ട്. അത് ഈ കുട്ടിയുടെ, അർജുന്റെ വീട്ടുകാർക്കെതിരെയാണ്. അതായത് ഈ കുട്ടിയെ സ്കൂൾ മാറ്റും എന്ന ഈ വീട്ടുകാരടക്കം അറിയിച്ചിരുന്നു. ഈ കുട്ടിക്ക് ഒരു തരത്തിലും ഒരു സപ്പോർട്ടിന് വേണ്ടി വിദ്യാർത്ഥികൾ, ഈ കുട്ടിയുടെ അച്ഛനോ അമ്മയോ ഉണ്ടായിരുന്നില്ല. അമ്മാവൻ തല്ലിയിരുന്നു. ഇതൊക്കെ കുട്ടിയുടെ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി, വിഷമങ്ങൾക്ക് കാരണമായി. സ്കൂളിലും വീട്ടിലും ഒരുപോലെ പ്രശ്നം ഉണ്ടായതാണ് കുട്ടി ആത്മഹത്യയിലേക്ക് ആ ഒരു വഴി തെരഞ്ഞെടുക്കാൻ കാരണമെന്ന് ആരോപിച്ചുകൊണ്ട് കുറച്ച് വിദ്യാർത്ഥികളും രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സ്കൂളിൽ നടന്ന സംഭവത്തോടു കൂടിയാണ് 14ാം തീയതി കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. തൂങ്ങി മരിക്കുകയായിരുന്നു. സ്കൂൾ യൂണിഫോമിൽ തന്നെ, സ്കൂൾ വിട്ട ഉടൻ തന്നെ സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും ആരോപണ വിധേയരായ ആശ ടീച്ചറെയും ഒപ്പം ലിസി എന്ന പ്രധാന അധ്യാപികയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സസ്പെൻഷൻ കൃത്യമായ ഒരു ഡേറ്റ്
തെറ്റ് പറഞ്ഞിട്ടില്ല, മറിച്ച് ഈ വകുപ്പ് തല അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൽ പ്രധാന അധ്യാപികയും ടീച്ചറും ഈ ആരോപണ വിധേയയായ ആശ ടീച്ചറും കുറ്റക്കാരല്ല എന്ന് തെളിയുന്നത് വരെ ആ സസ്പെൻഷൻ നീളുമെന്നാണ് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ആ നടപടികൾ, ഈ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, തുടർ നടപടികൾ അത് വേഗത്തിലാക്കണം. ഈ അധ്യാപകർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ ഡിസ്മിസ് ചെയ്യണമെന്ന് തന്നെ ആവശ്യമുയർത്തി വിദ്യാർത്ഥികളും രംഗത്തുണ്ട്. ശരി, അധ്യാപികയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് അർജുന്റെ കുടുംബം അറിയിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം വിദ്യാർത്ഥികൾ നടത്തി. വീട്ടിൽ അവൻ ഒറ്റപ്പെട്ടതാണ് ആത്മഹത്യക്ക് കാരണമെന്നും ചില വാദങ്ങൾ ചില കുട്ടികൾ പറയുന്നുണ്ട്. സ്കൂളിലും വീട്ടിലും ഒരുപോലെ ആ കുട്ടി ഒറ്റപ്പെട്ടു പോയത് അവനെ മരണത്തിലേക്ക് തള്ളിവിട്ട കാരണങ്ങളിൽ ഒന്നാണ് എന്നും ചില സഹപാഠികളും പറയുന്നുണ്ട്. ഈ രണ്ട് വിഷയങ്ങളും സമഗ്രമായി പരിശോധിക്കേണ്ടതുണ്ട്. വിശദാംശങ്ങളാണ് ഐഷത്തുൽ ഷംന പാലക്കാട്ട് നിന്ന് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.